നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് അടുത്തല്ലേ. ഇന്ന് ചിങ്ങ 1 ഓഫീസിലേക്ക് ഞാനൊരു സാരി എടുത്താട്ടോ. പഴയ സാരിയാണ്. അതിനൊരു ടിഷ്യൂന്റെ ബ്ലൗസ് ഇട്ടതാണ്. ശരിക്കും ഇതേപോലുള്ള സാരികൾക്കൊക്കെ ഇങ്ങനത്തെ ബ്ലൗസ് പ്ലെയിൻ സാരിയാണല്ലോ. അപ്പോൾ ഇതേപോലുള്ള വർക്കുള്ളതോ അല്ലെങ്കിൽ ബൊർക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ നന്നായിരിക്കും. അതുപോലെ ഇവിടെ കരയൊക്കെ ഉള്ള പട്ട് സാരിയുടെ ബ്ലൗസുകളൊക്കെ നന്നായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ടിഷ്യൂന്റെ സാരിയാണ്. ഇതിനത്ര എന്താ പറയാ നെയിലറിയുന്നൊരു ഭാഗമില്ല. പക്ഷെ നല്ല പ്യുവർ ആയിട്ടുള്ള സെറ്റ് സാരികളൊക്കെ എടുക്കുന്നവർക്ക് അത് കുറച്ച് ട്രാൻസ്പെറന്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വയറിന്റെ ഭാഗത്തെ ഒക്കെ ഇങ്ങനെ എന്താ പറയാ പുറത്ത് നെയിലറിയാതെയൊക്കെ ഇരിക്കും. അപ്പൊ അതിന് നമ്മൾ ചെറിയ പ്ലീറ്റ് ഇട്ടാൽ മതി. നമ്മൾ ഉടുക്കണ നേരത്ത് പ്ലീറ്റ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം കിട്ടൂല, നമുക്ക് പിടിച്ച സമയത്തിന് കിട്ടില്ല. പക്ഷെ പ്ലീറ്റ് ഇട്ട് വെച്ചാൽ നമുക്ക് എളുപ്പം ഉടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഈ അളവ് ഇവിടെ വെച്ച് നോക്കിയിട്ട് അതിന്റെ മുന്താണിയുടെ നീളം നോക്കി ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ തേക്കുന്ന മേശയിലോ അല്ലെങ്കിൽ കട്ടിലിലോ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വീതിയിൽ ആദ്യത്തെ ഞെറിയെടുക്കുക. അതിനകത്ത് ഒരു 1/4 ഇഞ്ച് വീതി കുറച്ച് അടുത്ത ഞെറിയെടുക്കുക. പിന്നെ ചെറിയ ചെറിയ ഞെറികൾ ഒരു 3 വിരലിന്റെ വീതിയിൽ എടുത്താൽ മതി. ഏത് സ്റ്റാർച്ച് മുക്കിയ സാരി ആയാലും അല്ലെങ്കിൽ ഏത് സാരി ആയാലും നമ്മൾ ഇതേപോലെ അയൺ ചെയ്യുന്ന മേശയിൽ ഇതേപോലെ മുന്താണി മാത്രം നമ്മളൊന്ന് നല്ല രീതിയിൽ ഒരുക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉടുക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ പെട്ടെന്ന് ഇതുപോലെ ഞെറികൾ എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഒതുങ്ങാത്ത ഒരു മുന്താണിയാണ്, നല്ല വർക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഇതേപോലെ അയൺ ബോക്സ് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്താൽ അതേ രീതിയിൽ തന്നെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം അതേ ലെവലിൽ തന്നെ നമ്മുടെ എവിടെയാണോ നമ്മൾ അടയാളപ്പെടുത്തി മുന്താണി സാരിയിൽ കുത്താനായിട്ട് വെച്ചിരിക്കുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയും വരെയും അതേ ലെവലിൽ തന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് നമ്മളതൊന്ന് നല്ല രീതിയിൽ സെറ്റാക്കി പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നമുക്ക് ഒതുക്കി ഇങ്ങനെ വയറ് കാണാത്ത രീതിയിൽ വെക്കാവുന്ന രീതിയിൽ ഒന്നിന് മീതെ ഒന്നായിട്ട് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഉടുക്കാൻ നേരത്ത് നല്ല എളുപ്പത്തിന് നമുക്ക് ഉടുക്കാൻ പറ്റും. ഉടുത്താലൊരു ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉടുക്കുന്ന ഭാഗമാണ്. ഉടുക്കുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഈ ഒരു റൈറ്റ് കാലിൻ്റെ നമ്മുടെ ഈ വലതു ഭാഗത്ത് കാലിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ അളവെടുത്ത് നമ്മുടെ നെവലിൻ്റെ ഇവിടെ വെച്ച് അവിടുന്ന് ഒരു നമ്മുടെ ഒരു കൈച്ചാൻ തള്ളിയിട്ടിട്ട് നമ്മൾ പിൻ ചെയ്ത് അവിടുന്ന് ഒരു അടയാളം വെച്ച് അവിടുന്ന് തുടങ്ങി നമ്മൾ ഒരു 6 പ്ലീറ്റ് ഇട്ട് വെക്കാം. ഏറ്റവും ആദ്യത്തെ കുറച്ച് വീതിയിലെടുക്കുക. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മേശയിലോ അല്ലെങ്കിൽ കട്ടിലോ വെച്ച് നമുക്ക് എടുക്കാവുന്നതുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. ആദ്യത്തെ കുറച്ച് വീതിയിലെടുത്ത് പിന്നെ ചെറിയ ഞെറികളെടുത്തിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. ആ മേശയിൽ വിരിച്ചിടാം. പിന്നെ നമുക്കൊന്ന് ഇതുപോലെ വിടർന്ന് കിട്ടുന്ന ഒരേപോലെ ഇങ്ങനെ കയറിയിരിക്കാതെ കുറച്ച് വിടർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് നിരത്തി വെച്ച് പ്ലീറ്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഉടുക്കാൻ സമയത്ത് നമ്മൾ കറക്റ്റ് അളവിന് നമുക്കത് കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. അതുപോലെ മറ്റൊരു ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.